ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച ഉറപ്പാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി ക്യാമ്പുകൾ. ദക്ഷിണ ഭാരതത്തിലും കൂടുതൽ സീറ്റുകൾ നേടുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. അതേസമയം കോൺഗ്രസിന് ഇത്തവണയും ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള എംപിമാരെ പോലും ലഭിക്കില്ലെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. റായ്ബറേലിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും മൈലേജ് നൽകുമെന്ന് പ്രതിപക്ഷ മുന്നണി കണക്കുകൂട്ടുമ്പോഴാണ് ചരിത്ര ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ബിജെപി ക്യാമ്പ് വിലയിരുത്തുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും പ്രതിപക്ഷ മുന്നണിക്കും ആശ്വാസജയം പോലും നൽകാതെ പരമാവധി സീറ്റുകൾ ബിജെപി നേടും. 2019 സമാനമായി ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള സീറ്റുകൾ പോലും ലഭിക്കാതെ കോൺഗ്രസ് അപ്രസക്തമാകുമെന്നും നരേന്ദ്രമോദിയുടെ ജനപിന്തുണ വർദ്ധിക്കുമെന്നും ബിജെപി കണക്കുകൂട്ടുന്നു. इनके पास कोई प्रधानमंत्री नहीं है भाइयों बहनों. मोदी जी ने G20 भी किया और चंद्रमा पर चंद्रयान भी भेजा. भारत को दुनिया का 5वें नंबर का अर्थतंत्र बनाया और भारत को आगे अगर कोई ले जा सकता है तो केवल और केवल हमारे नेता नरेंद्र मोदी ले जा सकते हैं. नरेंद्र मोदी കഴിഞ്ഞ തവണ നേടിയ മണ്ഡലങ്ങൾ പരമാവധി നിലനിർത്തുന്നതോടൊപ്പം മുൻപ് ബിജെപി NDA സഖ്യത്തിന് സ്വാധീനമില്ലാതിരുന്ന മേഖലകളിലും ഇത്തവണ എംപിമാരെ ലഭിക്കും. തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്, കേരള, കർണാടക തുടങ്ങി ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിൽ കൂടുതൽ മണ്ഡലങ്ങൾ ബിജെപി പിടിച്ചെടുക്കും. വടക്കുകിഴക്കൻ മേഖലയിലും ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നേടാനാകില്ലെന്നും ബിജെപി വിലയിരുത്തുന്നുണ്ട്. ജനം, ഡൽഹി.